ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. സോണിക് 3 ഹെഡ്ജ് ഹോഗ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടതുകൊണ്ട് മൂന്നാമത്തെ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അനിമേഷൻ വർക്ക് അത്രയും കിടുവാണ്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ സോണിക്കിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി, അതുപോലെ തന്നെ എങ്ങനെ അത് എർത്തിലേക്ക് എത്തി. സെക്കൻഡ് അതിലേക്ക് റോബോട്ട്നിക് എന്ന് പറയുന്ന ആ ഒരു വില്ലനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. തേർഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കട്ട ഇമോഷൻസും ഗംഭീര ആക്ഷൻസും തകർത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ച് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ആ ഒരു ഇമോഷൻ ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി വന്ന് സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങോട്ട് തീ വാർന്ന അടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 40 മിനിറ്റാണ് സുഹൃത്തുക്കളെ സീന് പരിപാടി എന്ന് പറഞ്ഞിരുന്നു. ആ സംഭവമാണ് ഞാൻ ഇവിടെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത്. അവസാനത്തെ ആക്ഷൻ കീണ്ണൻ സാധനം. ആക്ഷനേക്കാൾ ഉപരി അതിൽ അവർ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ മോനെത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്താ പറയുക, നമ്മളിപ്പോൾ ഒരു എൻഡ് ഗെയിം ഒക്കെ കാണുന്ന ഒരു ഫീൽ കിട്ടും. ഞാൻ അത് ഇതായിട്ട് കമ്പയർ ചെയ്യുന്നല്ല, എനിക്ക് പക്ക ഒരു പ്യൂർ ഗോസ് ബംസ് ക്ലൈമാക്സിൽ എനിക്ക് കിട്ടി. കാരണം അമ്മാതിരി പെർഫെക്ഷനിൽ CGI VFX കാര്യങ്ങളൊക്കെ, സോണിക്കിനൊക്കെ ഒരു സുപ്രീം പവർ കിട്ടുന്ന, എമറാൾഡ് വെച്ചിട്ടൊരു സുപ്രീം പവർ കിട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. മോനെത്തി സാധനം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഷാഡോ എന്ന് പറയുന്ന വേറൊരു ഹെഡ്ജ് ഹോഗ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കീനു റീവ്സ് ആണ് അതിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. തീ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തീപ്പൊരി ക്യാരക്ടർ, തൊട്ട മുടിയാത്ത അളവുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവരതിൽ. അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുണ്ടല്ലോ, അതും അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒക്കെ കാണിച്ചിരിക്കുന്നതൊക്കെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അതിന് കൊടുത്തിട്ടുള്ള സ്കോറുകൾ എന്താ ഹോക്കൻസ്ബർഗോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തു വെച്ചിട്ടുള്ളത്. ആള് പോളി സാധനം. ഏറ്റവും എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആക്ഷൻ സീക്വൻസുകളും ചേസ് സീക്വൻസുകളിലൊക്കെ വരുന്ന ആ ഒരു സ്കോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ റോബോട്ട്നിക്കിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്തുള്ള ഒരു ട്രാൻസിഷൻ ഒരു പരിപാടികളുണ്ട്. ആ ഒരു സമയത്തൊക്കെ കൊടുത്തിട്ടുള്ള സ്കോറ് പൊളിയായിരുന്നു. പൊളി എന്നൊക്കെ പറഞ്ഞാൽ തീ സാധനം. തിയേറ്ററിന് കേൾക്കാൻ ഗംഭീര രസമായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചേസിങ് സീൻ എന്ന് പറഞ്ഞു. തുടക്കത്തിൽ തന്നെ ഒരു ചേസിങ് സീൻ വരുന്നുണ്ട്. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹെഡ്സ് ഹോഗും, അതായത് സോണിക്കും വില്ലനായിട്ട് വന്നിട്ടുള്ള ഷാഡോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും വന്നതിന് ശേഷം ഒരു പെട്ട ചേസ് സീൻ ഉണ്ട്. ഒരു 5 മിനിറ്റ് കഷ്ടിയുള്ള ഒരു ചേസ് സീന്. എൻ്റെ മോനെ ഞാനത് കണ്ടു വായം പൊളിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് സമയം ശേഷം ഈ റോബോട്ട്നിക്കും അതുപോലെ തന്നെ വേറെ 1-2 ടീമുകളൊക്കെ വന്നിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളും, എങ്ങനെയാണ് വില്ലൻ, അതായത് വില്ലന്മാർ സാധാരണ ഈ സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ ഭൂമിയെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അടിമകളാക്കിയിട്ട് ജീവിക്കുക, അവരുടെ സുപ്രീം ആവുക എന്നുള്ളതൊക്കെയാണല്ലോ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഒരു റിവഞ്ചാണ്, അതായത് ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ആ നശിപ്പിക്കുന്ന രീതി അവര് ചെയ്തു വെച്ചിരിക്കുന്നത് തീ സാധനം. അത് സോണിക്ക് എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ്. അതിൽ കുറേ ഇമോഷൻ സൈഡുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിലൊക്കെ ഫ്രെയിമുകൾ, അതുപോലെ തന്നെ തുടക്കത്തിലെ ചേസിങ് സമയത്തുള്ള ഓരോ ഷോട്ടുകൾ, എങ്ങനെ ഇവർ ഇതൊക്കെ എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അത് ലൈവ് ആക്ഷനിൽ മോനെ ഒരു രക്ഷയില്ല. പ്യൂർ ഗൂസ് ബംസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പോൾ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ലൊരു തിയേറ്റർ തന്നെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോരാതെ തന്നെ ഒരു ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. എന്തായാലും അത് എല്ലാവരും കണ്ട് എണീക്കാൻ ശ്രമിക്കുക. അതൊരു പുതിയൊരു ക്യാരക്ടറിൻ്റെ ഒരു എൻട്രി വരുന്നുണ്ട്. അതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോണിക്കിൻ്റെ ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ എന്തായാലും ആ ഒരു ക്യാരക്ടറിനെയും പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ എവിടുത്തെ. എന്തായാലും പ്യൂർ എന്റർടൈൻമെന്റ്, ഒരു ഫൺ റൈഡ് ആയിരിക്കും സോണിക് 3 ഹെഡ്ജ് ഹോഗ് എന്ന് പറയുന്ന സിനിമ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തായാലും നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.